ഗുരുവായൂർ ഏകാദശിൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ഉണ്ണിമോള് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് കേട്ടോ അച്ഛൻ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ സ്ഥിരമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ടല്ലോ അല്ലൂന്. അപ്പോൾ ഇന്ന് പൂളപ്പൂരിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതെല്ലാവർക്കും കൊടുത്തതിന് ശേഷം ടേബിളിലൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ണിമോളോട് എന്തൊക്കെ കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവള് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം നേരത്തെ കിട്ടിയതുകൊണ്ട് തന്നെ ഞാനും അല്ലു രാവിലെ തൊട്ട് തുടങ്ങിയിട്ടോ എപ്പോഴാണ് വരിക എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതേ ആളെത്തിയിട്ടുള്ളത് വൈകുന്നേരം വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ. പിന്നെ അല്ലുവിനോട് ഓള് ചോദിച്ചു എനിക്ക് മാറ്റാൻ എന്തെങ്കിലും എടുത്തു തരുമോ വെച്ചപ്പോൾ എൻ്റെ ടീഷർട്ടും പാൻറ്റൊക്കെ എടുത്ത് കൊടുത്തിട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അലമാരയൊക്കെ ഒറ്റയ്ക്ക് തന്നെ തുറന്ന് അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ അവളോട് പറയുന്നുണ്ട് കേട്ടോ. കുറേ നാളുകളായിട്ടോ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ കണ്ടിട്ട്, അതായത് ഞാൻ അങ്ങോട്ട് പോയിട്ടും കുറേ ആയി, അവരിങ്ങോട്ട് വന്നിട്ടും കുറേ ആയിട്ടോ. അപ്പോൾ പെട്ടെന്ന് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും എന്തൊക്കെയാണ് എന്നുള്ളത് അറിയില്ല കേട്ടോ. പിന്നെ ഉണ്ണിമോളെ നിഴലായിട്ട് ഇങ്ങനെ കൂടെ നടക്കലായിരുന്നു കേട്ടോ. അല്ലുവിൻ്റെ മെയിൻ പരിപാടി. ബാത്റൂമിൽ പോലും ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം കയ്യിൽ തോക്കൊക്കെ പിടിച്ചിട്ടാണ് നീപ്പ്. അപ്പം നീ അവളുടെ സെക്യൂരിറ്റി ആണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനാണ് കേട്ടോ എന്നോട് എന്തൊക്കെ കോഷ്ടി കാണിക്കുന്നത്. പിന്നെ വീട്ടിലുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൾക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തിനേറെ പറയണോ സ്റ്റോർ റൂമിൽ പോയിട്ട് ചൂലൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഫൈനലി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഇന്ന് ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് തന്നെ ചോറ് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഉപ്പുമാവും പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടാറിനും അബിക്കും ഏകാദശി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ചോറുണ്ട് കേട്ടോ. പിന്നെ അതേ കട്ടൻ ചായയും അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. പാല് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചതാണ് കേട്ടോ. പിന്നെ അതേ കയ്പ കൊണ്ടാട്ടം വറക്കുന്നുണ്ടായിരുന്നു. ഇതുവേ ഇവിടെ കയ്പ ഉപ്പേരിയോ കറിയോ ഒന്നും വെച്ചാൽ ആരും കൂട്ടില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ കൊണ്ടാട്ടാക്കി എടുത്താൽ എല്ലാവർക്കും പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അതേ ഉപ്പുമാവും പുഴുക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അല്ലുവിന് ഉണ്ണിമോളെ കണ്ടു നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാത്തിനും ഉണ്ണിമോൾ തന്നെ വേണം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ പോലും മേമ എടുത്തോണ്ടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഉപ്പുമാവൊക്കെ വാരി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഉപ്പുമാവും പുഴുക്കും ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഫേവറേറ്റ് ആണെന്നുള്ളത്. അഖണ്ഡനാമത്തിനൊക്കെ പോയപ്പോഴും ഞാൻ ഇത് തന്നെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ ഉണ്ണിമോക്കും. ഓളും പറഞ്ഞു ഓക്കും പുഴുക്കും ഉപ്പുമാവും ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് പിറ്റേന്നേക്കും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് അധികമായി പോയി. അതല്ലെങ്കിൽ ഈ പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ മൊത്തത്തിൽ കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെയായാലും കുറച്ച് അധികമായി പോവും. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തത് ദീയാണ് കേട്ടോ. ഞാനല്ല ഈ വീഡിയോ എടുത്തത്, ഞാൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഫോണിലുള്ളത് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ എന്തോ തുണി എന്തോ മടക്കി വയ്ക്കണം എന്തോ തിരക്കിലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അല്ലുവിനെ ഉണ്ണിമോളെ കണ്ടതിന് ശേഷം പിന്നെ എപ്പോഴും അവളുടെ ഒരു നിഴലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയുള്ള 2-3 വീഡിയോയിലൊക്കെ ഉണ്ണിമോളെ കാണാട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.